പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ഗെത്സമേനിലെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ തീവ്രവേദന അനുഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. രക്തം വിയർപ്പായി, അല്ലെങ്കിൽ വിയർപ്പ് രക്തത്തുള്ളികളായി രോമകൂപങ്ങളിലൂടെ ഒഴുകി വന്നു. അത്രമാത്രം ഒരു തീവ്രവേദന ഈശോ അവിടെ അനുഭവിക്കുന്നുണ്ട്. പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ അവരിൽ നിന്ന് കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈ ഭാഗത്ത് നമുക്ക് തോന്നാം, പിതാവും പുത്രനും രണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ നിൽക്കുന്നവരല്ലേ? പിതാവും പുത്രനും ഒന്നാണെങ്കിൽ ഒരേ സ്വഭാവമുള്ളവരാകേണ്ടതല്ലേ, ഒരേ അഭിപ്രായമുള്ളവരാകേണ്ടതല്ലേ എന്ന്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സത്തയിലൊന്നാണ്, സാരാംശത്തിലൊന്നാണ്, ഒരേ അഭിപ്രായമാണ്, ഒരേ മനോഭാവമാണ്. അതെല്ലാം ശരിയാണ്. ഇതിന് പാരലായിട്ട് നമുക്ക് മറ്റൊരു സംഗതി കാണാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവം അരുളി ചെയ്ത് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടെ പരിശുദ്ധ റീത്ത് ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയിൽ ഒരു ആശയവിനിമയം നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലായ്പ്പോഴും കൂട്ടായ്മയിൽ ഒരു ആശയവിനിമയവും, ആശയത്തിൽ 3 പേരും അല്ലെങ്കിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ഒരേ അഭിപ്രായത്തിൽ ഒന്നിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചാകുമ്പോൾ ദൈവത്തിൻ്റെ അഭിപ്രായം അനാദിയിലേ ഉള്ളതും അനന്തവുമാണ്. അതിന് മാറ്റമില്ലാത്തതാണ്. അങ്ങനെ മാറ്റമില്ലാത്തതായതുകൊണ്ട് ഇവിടെ പിതാവും പുത്രനും ഇങ്ങനെ രണ്ട് അഭിപ്രായമുള്ളവരായിട്ട് കാണപ്പെടുന്നത് നമുക്കൊരു ഇടർച്ചയ്ക്ക് അല്ലെങ്കിൽ ദൈവം ഒന്നല്ലല്ലോ എന്നൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അവിടെ യേശുവിനെ നമ്മൾ ഒരേ സമയത്ത് തന്നെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട് നമ്മൾ കാണണം. യേശുവിൻ്റെ മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യാവസ്ഥയുടെ ഒരു ക്രമപ്രവർത്തമായ വികാസ പരിണാമം യേശുവിനുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചു വീണപ്പോഴേ സർവശക്തനായ ദൈവമല്ലേ? അതെ, സർവശക്തനായ ദൈവമാണെങ്കിൽ സർവശക്തനല്ലേ? അങ്ങനെയാണെങ്കിൽ അന്നേരം എഴുന്നേറ്റിരുന്ന്, അമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ജനനം എന്ന് ചോദിച്ചോ? അങ്ങനെ ചോദിക്കാൻ മാത്രമുള്ള ഒരു പൂർണ്ണതയാണോ അത്? മനുഷ്യത്വത്തിലാണ് ദൈവത്വത്തിൻ്റെ പൂർണ്ണത. അപ്പം മനുഷ്യാവസ്ഥയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഈശോ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും പ്രീതിയിലും ദൈവപ്രീതിയിലും വളർന്നെന്ന് പറയാൻ കാരണം അതാണ്. ആവിഷ്കാരമാണത്. സർവശക്തനായവൻ മനുഷ്യാവസ്ഥയിലാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ ആ മനുഷ്യാവസ്ഥയുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് അന്ത്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് മാലാഹമാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ അറിവ് മുഴുവൻ പുത്രനില്ലേ? പിന്നെന്താണ് പുത്രന് പോലും ഇത് അറിയാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം യേശുവിലെ ദൈവത്വം മനുഷ്യാവസ്ഥയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് വികസിച്ച് പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുരിശിലാണ് യേശുവിൻ്റെ ദൈവാവിഷ്കാരം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. 12 വയസ്സായപ്പോൾ 12 വയസ്സുകാരനിൽ എങ്ങനെ പൂർണ്ണമാകുമോ അല്ലെങ്കിൽ എങ്ങനെ ആവിഷ്കൃതമാകുമോ അത്രയും ആവിഷ്കൃതമായിട്ടുള്ളൂ. ജനിച്ച് വീണ ഒരു മാസം കഴിഞ്ഞപ്പം ആ 1 മാസമായ ഒരു മനുഷ്യ ശിശുവിൽ എത്രമാത്രം ആവിഷ്കരിക്കാൻ പറ്റുമോ അത്രേ ആവിഷ്കരിച്ചിട്ടുള്ളൂ. അപ്പം 30-ാമത്തെ വയസ്സിലാണ് യേശു പരസ്യജീവിതം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം 30-ാമത്തെ വയസ്സിലാണ് അവൻ തൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ മനുഷ്യാവസ്ഥയിലൂടെയുള്ള ആ വികാസ പരിണാമ ഘട്ടങ്ങളിൽ ആ അവബോധത്തിലേക്ക് വന്നത്. ആ അവബോധത്തിലേക്ക് വന്നപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ പ്രത്യേക ഭാഗം എടുത്ത് ലൂക്കാ 4:18 പറയുന്നില്ലേ, അവൻ ആ ചുരുൾ നിവർത്തിയപ്പോൾ കണ്ട ഭാഗം ഇതായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം. ആ പ്രവചനം ഇതായിരുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതലും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ
ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പതിവ് പോലല്ല അന്ന് പ്രസംഗിച്ചത്. ഇതിനു മുമ്പ് ഈ ഭാവമൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ആ പറച്ചിലിന് എന്തോ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അവരെല്ലാം ഉറ്റുനോക്കിയത്. ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവനെന്ത് പറഞ്ഞു? നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് ഇത് വായിച്ചവൻ അവനാണ്. ആര്? കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനായി വരുമെന്ന് പറഞ്ഞവനാണ്. അപ്പോൾ ആ തിരുവെഴുത്ത് നിറവേറുന്നവൻ വരാനിരിക്കുന്നവൻ വന്നിരിക്കുന്നു, അത് ഞാൻ തന്നെയാണെന്നാണ്. അപ്പോൾ ആ ഒരു അവബോധം ഈശോയ്ക്ക് പടിപടിയായിട്ട് ഉണ്ടായി അവിടെയാണത് ഉറച്ചത് എന്ന് കരുതുന്നത് തെറ്റില്ല. കാരണം അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവപ്രീതിയിലും മനുഷ്യരുടെ ഇടയിലും വളർന്നു വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വളർച്ചയുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ കാര്യം പിതാവിനല്ലാതെ മാലാഹമാർക്കോ പുത്രനോ പോലുമോ അറിഞ്ഞുകൂടാന്ന് പറയുമ്പം ഇതറിയാൻ മാത്രമുള്ള ഒരു വികാസ പരിണാമം യേശുവിൻ്റെ മനുഷ്യാവസ്ഥയിൽ വന്നിട്ടില്ല ആ സമയത്ത്. അത് കഴിഞ്ഞു വന്നു. കുരിശിൻ്റെ നിറവിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന വാസ്തവത്തിൽ തൊട്ട് മുമ്പാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കാരണം, യേശു ഒരേ സമയത്ത് ദൈവവുമാണ്, മനുഷ്യ പുത്രന്മാരുടെ മൂത്ത പുത്രനുമാണ്, ഏകജാതനാണ് ദൈവത്തിൻ്റെ. ആ ഏകജാതന് ഇളയ മക്കളുണ്ടായപ്പോൾ അവൻ ആദ്യജാതനായി. അതാണ് റോമർ 8:29 പറയുന്നത്. അപ്പോൾ അവിടെ ഏതൊരു മനുഷ്യനും ഒരു മാതൃകയാണ്. ദൈവവുമായിട്ട് പ്രാർത്ഥനയിലൂടെ ആശയവിനിമയം നടത്തണം. ഈ ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് പറയാനുള്ളതെല്ലാം ദൈവസന്നിധിയിൽ നമ്മുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണർത്തിക്കണം. അങ്ങനെ ഉണർത്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ആ ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതുകൊണ്ട് അതുതന്നെ ആയിരിക്കണം നിൻ്റെ ഹിതം എന്നുള്ളതാണ് അവിടെ ഒരു മാതൃകയായി നിന്നുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതേസമയം യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ഇഷ്ടം തന്നെയാണ് പുത്രൻ്റെ ഇഷ്ടം. ഈ പുത്രൻ്റെ ഇഷ്ടവും പിതാവിൻ്റെ ഇഷ്ടവും ഒന്നാണ്. ആ ഒന്നായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു ഡിവിഷൻ ഇല്ല. പക്ഷേ ഈ ഒരു ആശയവിനിമയത്തിൻ്റെ മനുഷ്യരും ദൈവം തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ രൂപത്തിൽ അവിടെ അത് നമുക്ക് മാതൃകയായിട്ട് തരികയാണ്. പല കാര്യവും ഈശോ മാതൃകയായിട്ട് തരുന്നുണ്ട്, നമുക്ക് ആവശ്യമുണ്ടായിട്ടല്ല. ഇപ്പം ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു, യേശുവിന് കാല് കഴുകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ അവിടുന്ന് കർത്താവും ദൈവമാണ്. പക്ഷേ ഒരു മാതൃകയായിട്ട് നമുക്ക് തരികയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുക ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ. ഈശോയ്ക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓർത്ത് നോക്കിയാൽ ആവശ്യമില്ല. സകല നീതിയും പൂർത്തിയാകട്ടെ. ഞാനും ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവരും നിൽക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു രാജാവിന് താൻ കൊടുത്ത നിയമത്തെ മറികടക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഒരു നല്ല രാജാവ് ഒരിക്കലും മറികടക്കുകയില്ല. വേണമെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ചില നിയമങ്ങളെ മറികടക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. വോട്ട് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു സാറ് ക്യൂ നിൽക്കണ്ട, വോട്ട് ചെയ്തോളാൻ പറഞ്ഞു. വേണ്ട, ഞാനും ക്യൂ നിന്നോളാം എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്ന AK ആൻ്റണിയും അതുപോലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരും ആവശ്യപ്പെടുന്നില്ല ക്യൂ നിൽക്കണമെന്ന്. സാറേ വേഗം വോട്ട് ചെയ്തിട്ട് പൊക്കൂ, വേണ്ട, ഞാനും നിങ്ങളെപ്പോലെ ഒരു രാജ്യത്തിൻ്റെ സിറ്റിസനാണ്, അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്, അതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ VS അങ്ങനെയുള്ളവരൊക്കെ ക്യൂ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അതുപോലെ തന്നെയാണ് യേശു പറയുന്നത്. എനിക്കിതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും വേണ്ട, സകല നീതിയും പൂർത്തിയാകാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഒരുവനായി ഞാനും ഇതാ മനുഷ്യവംശത്തിലെ ഒരുവനാണല്ലോ, അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഈശോ പിതാവുമായിട്ട് ആശയവിനിമയം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മാതൃക നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ദൈവമാണ് യേശുവിന് കുരിശ് കൊടുത്തതെന്നെങ്കിൽ അത് മാറ്റിത്തരണമേ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഈ കുരിശ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു സംഭവമാണ്, അത് പാപികൾ ഉണ്ടാക്കിയിട്ടതാണ്. അപ്പോൾ ഇത് എടുക്കുന്ന വിഷയമാണ്, എടുക്കേണ്ട ഒരു ന്യായവുമില്ല സ്വാഭാവിക നീതി വെച്ച്. പിന്നെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ബോധപൂർവം എടുക്കുന്നതാണ്, അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പിതാവ് കുരിശ് തന്നു എന്ന് പറയാൻ പറ്റില്ല.
പിതാവ് കുരിശെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പുത്രൻ്റെ ആഗ്രഹം അതുതന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. നമ്മുടെ വഴികളിലും കുരിശുണ്ട്. നിൻ്റെ കുരിശെടുക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത്, അല്ലാതെ യേശോയുടെ കുരിശ് ചുമക്കാനല്ല ആവശ്യപ്പെട്ടത്. ഓരോരുത്തരും അവരുടെ ജീവിത വഴികളിൽ ഉണ്ടാകുന്ന കുരിശ് എടുക്കണമെന്നുള്ളത് രക്ഷയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് രക്ഷിക്കാൻ യേശുവിനോട് സഹകരിക്കുന്നവരൊക്കെ അതെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈശോയുടെ ജീവിതത്തിൽ ഒരുപാട് അടയാളങ്ങളുണ്ട്. അത് വളരെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈശോ ഈ ഭൂമിയിൽ അവതരിച്ച് ഇവിടെ ജീവിച്ച് വളർന്നു വരുമ്പോൾ നസ്രായനായിട്ടാണ് ജീവിച്ച് വളർന്നത്. നസ്രസിലെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് വളരുന്നത്. യോസെപ്പിൻ്റെ മകനെന്ന് കരുതപ്പെട്ടിരുന്നു അവനെക്കുറിച്ച്. യോസെപ്പിൻ്റെയും മേരിയുടെയും മകനായിട്ടാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. അതാണ് കാഴ്ചയിൽ കാണുന്നത്. അവൻ്റെ വളർത്തുപിതാവാണ് യോസെപ്പെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം അങ്ങനെയുള്ള ഈശോ ദൈവത്തിൻ്റെ അവതാരമായ ക്രിസ്തു ആണ് എന്നുള്ളത് എങ്ങനെ അറിയും? അതാണ് ഇവിടെ വിഷയം. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചാലും ഈ അവതാര പുരുഷനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ അവതാരമായിട്ട് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിക്കൊന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മൂല്യം ഉണ്ടാകില്ല മനുഷ്യൻ്റെ മുമ്പിൽ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ ക്രിസ്തുവായിട്ട് തിരിച്ചറിയാൻ കഴിയത്തക്ക രീതിയിൽ കുറേ അടയാളങ്ങൾ പിതാവ് മുൻകൂട്ടി, അല്ലെങ്കിൽ ദൈവം മുൻകൂട്ടി പ്രവാചകന്മാർ വഴി മനുഷ്യവർഗത്തിന് നൽകി. അതാണ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം യേശുവിൽ നിറവേറുന്നു എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ നിറവേറുന്നത് കൊണ്ട് എന്ത് മനസ്സിലാക്കണം? ഇവനാണ് വരാനിരിക്കുന്ന ക്രിസ്തു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ യേശുവിൻ്റെ സമകാലികർക്ക് നസ്രായനായ ചരിത്രപുരുഷനായ യേശു എന്ന പേരുള്ള ആളെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവായി തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ പ്രവചന ഗ്രന്ഥങ്ങളിൽ അവനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ, ക്രിസ്തുവിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യേശു എന്ന ഈ ചരിത്ര പുരുഷനിൽ കാണണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രവചനമാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ വരുമെന്ന് പറഞ്ഞത്. അതിനെ വ്യാഖ്യാനിക്കണം. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുരുഷൻ്റെ സന്തതി അല്ല എന്ന ഒരർത്ഥമുണ്ട് അതിന്. അത് പിന്നെ വന്ന് യുവതി ഗർഭം ധരിച്ചെന്നായി, അത് കഴിഞ്ഞ് വന്ന് കന്യക ഗർഭം ധരിച്ചെന്നായി. മനസ്സിലായോ? ഇവിടെയും പടിപടിയായിട്ടുള്ളൊരു വികാസ പരിണാമം കാണാം. സ്ത്രീയുടെ സന്തതി, യുവതി ഗർഭം ധരിച്ച് ജനിക്കുന്നവൻ, പിന്നെ അവസാനം പറയാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ കന്യാത്വം ഭംഗം വരാത്ത രീതിയിൽ ഗർഭം ധരിക്കും. അതാണ് മാതാവ് ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് അവൻ ജനിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നത്, മാതാവിന് കന്യകയായിരിക്കെ തന്നെ ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായ ഗർഭത്തെ ഏറ്റുവാങ്ങാൻ അത്രമാത്രം വിശ്വാസം ആവശ്യമുണ്ട്. ആ വിശ്വാസം മാതാവിന് കിട്ടാൻ വേണ്ടി ദൈവം അതിന് കളമൊരുക്കുന്നതാണ് സ്നാമയോന്നാൻ്റെ ജനനം. വന്ധ്യയായ ഒരു സ്ത്രീക്ക് ദൈവം ഇടപെട്ട് ഗർഭം ധരിക്കാൻ കഴിയുമെങ്കിൽ കന്യകയായ ഒരു സ്ത്രീക്കും ദൈവം ഇടപെട്ട് ഗർഭം ധരിക്കാൻ കഴിയുമെന്നുള്ളത് അവളെ ബോധ്യപ്പെടുത്തുക. അപ്പം ദൈവം വിശ്വസിപ്പിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. വിശ്വസിപ്പിക്കാതെ ദൈവത്തിൻ്റെ ഒരു കൃപയോ അനുഗ്രഹമോ ഒരാൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം അതുപോലെ കളമൊരുക്കുന്നുണ്ട്. ഇപ്പം സക്കറിയ പ്രവാചകൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യയും വൃദ്ധയാണ്, മാത്രമല്ല അവൾ നല്ല പ്രായത്തിൽ പോലും ചോരയും നീരുമുള്ള കാലത്ത് പോലും ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഈ പടുകളവിയായിട്ടിരിക്കുമ്പോൾ തരുമോ? ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിന് വാസ്തവത്തിൽ സക്കറിയ പ്രവാചകൻ ചോദിച്ചതൊരു അവിശ്വാസത്തിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഒരു അടയാളം കൊടുത്തപ്പോൾ എന്തടയാളം കൊടുത്തു? ഒരു നെഗറ്റീവായിട്ടുള്ള അടയാളം അവന് കിട്ടിയത്. ശിക്ഷയൊന്നും അല്ലത്, ഇതൊരു അടയാളമാണ്. എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു അടയാളം തരാം. ഈ അടയാളം എന്താണ്? സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവൻ്റെ അവിശ്വാസത്തിന് പറ്റിയ ഒരു അടയാളമാണ് അവനിൽ സംഭവിച്ചത്. ചിലപ്പം വലിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നെങ്കിൽ ഒരടയാളം തരാമെന്ന് പറയുമ്പോൾ, ചിലപ്പം ഇന്നലെ ആരോ പറഞ്ഞ തോമാച്ചൻ ഇറ്റാലിയൻ സംസാരിച്ച പോലെ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തൊരു ഭാഷ സംസാരിക്കാതിരിക്കാൻ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ട്?
അപ്പോൾ ഈ അടയാളം നെഗറ്റീവായി പോയി, കാരണം അത് അവിശ്വാസത്തിൻ്റെ പേരിൽ വന്നതായതുകൊണ്ടാണ്, അല്ലാതെ ദൈവം അവനെ ശിക്ഷിച്ചതൊന്നുമല്ല. എന്നിട്ട് നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം, അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. സക്കറിയ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം എന്താ? അബ്രാഹാം എന്ന വൃദ്ധന് വന്ധ്യയായ സാറായിലാണ് ഇസ്രായേലിൻ്റെ ആരംഭം എന്ന് ഓർക്കണം. അങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. ദൈവത്തിന് അന്ന് അത് സാധിച്ച പിന്നെ ഇന്ന് സാധിക്കുമെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. അത് അവിശ്വാസമാണ്. മാതാവിൻ്റെ കാര്യത്തിൽ അത് ആദ്യത്തെ സംഭവമായതുകൊണ്ട് മാതാവിൻ്റെ അവിശ്വാസമല്ല, മാതാവിൻ്റേത് വിശ്വാസത്തെ ഉണരാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവം വിശ്വാസം ഉണർത്തുകയാണ്. അപ്പോൾ കന്യകയുടെ മകനായി ജനിച്ചു എന്ന് പറയുമ്പോൾ, പുരുഷസ്പർശമില്ലാതെ ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുത ജനനമാണത്. എല്ലാവർക്കും അറിഞ്ഞുകൂടെങ്കിൽ പോലും മാതാവിനറിയാലോ, തന്നെ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല എന്നുള്ള മാതാവിനറിയാലോ. അപ്പം മാതാവാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യമായ സാക്ഷി മാതാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അനിഷേധ്യമായ സാക്ഷി നൽകുന്ന ആൾ മാതാവാണ്. ആ മാതാവിന് അതുകൊണ്ട് അത്രമാത്രം സ്ഥാനമുണ്ട്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷിയാണ് മാതാവ്. തൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് ആധികാരികതയോടെ പറയാൻ കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. അതും കുലീനയായ അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധിയുള്ളൊരമ്മയ്ക്ക് അത് പറയാൻ പറ്റുള്ളൂ. അതാണ് മാതാവ്. അങ്ങനെയാണ് മാതാവ് വിട്ടുമാറാതെ തൻ്റെ മകനെ ദൈവപുത്രനായി കണ്ട് അവൻ്റെ സഹനത്തിലെല്ലാം പങ്കുചേരുമ്പോഴും പരാതിയും പരിഭവവും ഇല്ലാതിരിക്കാൻ കാരണം അതാണ്. ഇനി നമ്മൾ നോക്കിക്കേ, ഈശോയെ ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ എന്തെല്ലാം അടയാളങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്. എത്ര പേരെ കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? ശമയോൻ കയ്യിലെടുത്തുകൊണ്ട് പറയുന്നു, ഇതാ ഒടുവിൽ എൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നുണ പറയാത്ത ഒരു മനുഷ്യൻ, ജീവിതകാലം മുഴുവനും സത്യം മാത്രം സംസാരിച്ച ഒരു മനുഷ്യൻ പറയാണ്, ഇതാ അവസാനം എനിക്ക് ഈ ദാസനെ സമാധാനത്തിന് വിട്ടയക്കണമേ, രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. അപ്പം വിശ്വസിക്കാൻ കൊള്ളാമെന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അന്ന അല്ലേ, പ്രവാചികയായ അന്ന അത് തന്നെ പറയുന്നു, ഒരു സ്ത്രീ പ്രാതിനിധ്യം കൊണ്ട് ഇരിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചു, ഒരു സാക്ഷ്യം പറയുമോ. അപ്പം അങ്ങനെ അന്നയെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് സ്നാവയോന്നാനാണ്. സ്നാവയോന്നാനെ കണ്ടപ്പോൾ ആളുകൾക്ക് തോന്നി ഇവൻ തന്നെയാണോ പ്രവാചകൻ, അല്ല ഇവൻ തന്നെയാണോ ക്രിസ്തു എന്ന് തോന്നിപ്പോകാൻ ന്യായമുണ്ട്. കാരണം ഒരു അത്ഭുത ശിശു അവനും. അപ്പോൾ അവൻ്റെ ജീവിത രീതിയും പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും ക്രിസ്തു എന്ന് തോന്നി. പക്ഷേ അവൻ എളിമയോടെ പറയാണ്, ഞാനല്ല ക്രിസ്തു, പക്ഷേ ക്രിസ്തുവിനെ എനിക്കറിയാം, അവൻ നിങ്ങളുടെ ഈ ജനമധ്യത്തിലുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇതാണ് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇവനാണ് ക്രിസ്തു. യോഹന്നാൻ വളരെ താപസനായൊരു മനുഷ്യനാണ്. ഒരിക്കലും നുണ പറയാൻ സാധ്യതയില്ലാത്ത ആളാണ്. ആരാ നുണ പറയുന്നത്? എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നവനാണ് നുണ പറയുന്നത്. സ്നാപകനാൻ ഒരിക്കലും ഒരു നേട്ടത്തിന് വേണ്ടി ജീവിച്ചിട്ടില്ല. അപ്പോൾ നുണ പറഞ്ഞൊരു നേട്ടം ഉണ്ടാക്കേണ്ട കാര്യം അവന് ഇല്ല. സ്വന്തം മഹത്വം പോലും വേണ്ടെന്ന് വെച്ചവനാണ്. കാരണം തൻ്റെ സ്വന്തം ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്കും ഏത് നേതാവാണ് വേദനിക്കാത്തത്? സ്വന്തം അനുയായികളും മറ്റൊരു നേതാവിൻ്റെ പുറകെ പോകുമ്പോൾ കൊള്ളാൻ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ കൂടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു, വിട്ടുകൊടുക്കുകയാണ്. അത്രമാത്രം യേശുവിനെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ, ഒരിക്കലും നുണ പറയാത്തൊരു മനുഷ്യൻ, സ്വന്തമായ യാതൊരു സ്വാർത്ഥ താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ പറയുകയാണ് അവനാ ക്രിസ്തു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ആ സമയത്ത് അശരീരി കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചവൻ എന്ന് അശരീരി കേൾക്കുന്നു. അപ്പം പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്, പരിശുദ്ധാത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്, പ്രാവിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും. അപ്പോൾ സ്വരമായി പിതാവും പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇവനാണ് ക്രിസ്തു എന്ന് പറയാണ്. എന്തൊരു വലിയ രീതിയിലാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉടനീളം കാണുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞതെല്ലാം യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്നാപകൻ ഒരിക്കൽ ചോദിച്ചു, ശിഷ്യന്മാരെ വിട്ടുകൊണ്ട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഇനിയും ഞങ്ങൾ ഒരാളെ കാത്തിരിക്കണമെന്ന് ഗുരു ചോദിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞേ? ഇത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ ഞാൻ വരാനിരിക്കുന്നവനാണെന്ന്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും ക്രിസ്തുവാണെന്നും മനസ്സിലാകണ്ടേ? വരാനിരിക്കുന്നവൻ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞോ അതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
കുരുടന്മാർ കാണുന്നു, ചെറുടന്മാർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുത്തപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ന്യായമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവിടെ നോക്കി നിൽക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇതിനാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത്രയൊന്നും പോരെ നിങ്ങൾക്ക്, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? പോലീസ് ഓഫീസർ ഇവിടെ അദ്ദേഹത്തിൻ്റെ തനി യൂണിഫോമിലൂടെ വരിക. വിവരമുള്ളവർക്കറിയാം അയാൾ ഏത് ഓഫീസിൽ ഏത് ലെവലിലുള്ള ആളാണ്. SI ആണോ, CI ആണോ, അല്ലെങ്കിൽ SP ആണോ എന്നൊക്കെ ഉള്ളത് അറിയാം. അങ്ങനെ അറിയാമായിരിക്കെ പിന്നെ സാർ ഏത് കേഡറിലുള്ള ആളാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ യൂണിഫോം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ഈശോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ. അപ്പോൾ അപ്പം വർദ്ധിപ്പിക്കുന്നൊരു സാറിന് അപ്പം വർദ്ധിപ്പിച്ചു എന്നുള്ളത് തന്നെ വരാനിരിക്കുന്നവൻ വന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്, തെളിവാണത്. ഇസ്രായേലിലെ കൊച്ചുമക്കളൊക്കെ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ മന്നായെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾ മന്ന മരുഭൂമിയിൽ വെച്ച് കഴിച്ചത്, ഇനി എന്നാ മന്ന പെയ്യുന്നത്, സ്വർഗത്തിൽ നിന്ന് അപ്പം പെയ്യുന്നത് എന്നാ? ഇസ്രായേലിലെ പിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവർക്കും കിട്ടുന്ന മറുപടി എന്താ? ക്രിസ്തു വരുമ്പോഴാണ് ഇനി സ്വർഗത്തിൽ നിന്ന് മന്ന പെയ്യുന്നത്, അപ്പം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞതും. അപ്പം വർദ്ധിപ്പിച്ച് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ഇല്ലാത്ത അപ്പം എവിടുന്നോ വന്നു, എവിടുന്നോ അല്ല, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? ഈ പാർട്ടികൾ ആരാന്നറിയോ? യേശു അപ്പം വർദ്ധിപ്പിച്ചു, ബാക്കി മിച്ചം 12 കൊട്ട ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ തൂത്തുപെറുക്കി ശിഷ്യന്മാർ കൊട്ട ഇട്ട് വെള്ളത്തിൽ കൊണ്ടുപോവുക. ഇങ്ങനെ ഈ തടാകം എന്ന് പറയുന്ന ഒരു മുട്ടയുടെ ഷേപ്പിൽ കിടക്കുന്ന തടാകം, ഗലീലാക്കടൽ എന്നൊക്കെ പറയുന്നത്, വള്ളത്തിൽ ഇങ്ങനെ പോരുമ്പോഴത്തേക്കും അവർ ഓടി ഇവിടെ എത്തി. ഇത് ചോദിക്കുക, കർത്താവേ, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? ഇത് ചോദിക്കുന്ന ചോദ്യം ഇതാ. യേശു പറയുന്ന മറുപടി എന്താ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഞാൻ അപ്പം വർദ്ധിപ്പിച്ചത് ഒരടയാളമാണ്. വിശക്കുന്നവർക്ക് അപ്പം കൊടുത്തു എന്നുള്ള സത്യം, പക്ഷേ ഒരടയാളം. എന്തടയാളം അത്? ക്രിസ്തു വന്നിരിക്കുന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാൻ ക്രിസ്തു ആണെന്നുള്ളതിൻ്റെ അടയാളമാണ്. എന്നിട്ടും ക്രിസ്തു വന്നിട്ടും രക്ഷകൻ വന്നിട്ടും രക്ഷയ്ക്ക് വേണ്ടി അല്ലല്ലോ നിങ്ങൾ എന്നെ സമീപിക്കുന്നത്, പിന്നെയോ മിച്ചം വന്ന ഈ അപ്പത്തിന് വേണ്ടിയാണല്ലോ വരുന്നത്. കഷ്ടമാണുള്ളത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മേൽ പിതാവ് ഒരു അംഗീകാര മുദ്ര വച്ചിട്ടുണ്ടെന്ന്. ഏതാണ് ഈ അംഗീകാര മുദ്ര? വരാനിരിക്കുന്നവൻ വരുമ്പോൾ ചെയ്യുമെന്ന് പറയുന്ന പ്രവൃത്തികളാണ് അംഗീകാര മുദ്ര. വരാനിരിക്കുന്നവൻ വരുമ്പോൾ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്തെങ്കിൽ അത് തന്നെ ഒരു അംഗീകാര മുദ്രയാണ്. അപ്പോൾ ഈ അംഗീകാര മുദ്ര കണ്ടിട്ട് നിങ്ങൾ അവനെ തിരിച്ചറിയണം. അതാണ് പിതാവായ ദൈവം തൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഓരോ പ്രവൃത്തിയും പ്രവചനത്തിൻ്റെ നിറവേറലാകുന്ന അവിടെയാണ്. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, 2 തരം കാര്യങ്ങൾ അടയാളങ്ങളുടെ ഗണത്തിലുണ്ട്. ഒന്ന് യേശു ചെയ്ത പ്രവൃത്തികൾ, മറ്റൊന്ന് യേശുവിനോട് മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തികൾ. ഉദാഹരണത്തിന്, അവനെ ക്രൂശിൽ തറയ്ക്കും, അവൻ്റെ വസ്ത്രം പങ്കിട്ടെടുക്കും, അവൻ്റെ മേലങ്കി പങ്കിട്ടെടുക്കും, അല്ലെങ്കിൽ അവൻ്റെ മുട്ടുകാല് തല്ലി ഒടിക്കുകയില്ല, കണങ്കാലി തല്ലി ഒടിക്കുകയില്ല, കുത്തി തുറച്ചവനെ അവർ നോക്കി നിൽക്കും. എന്തുമാത്രം പ്രവചനങ്ങളാണ്. അവൻ ബന്ധിതർക്ക് മോചനം കൊടുക്കും, അന്തർക്ക് കാഴ്ച കൊടുക്കും, തുടങ്ങിയതല്ല. ഇതെല്ലാം ഓരോന്നും സംഭവിക്കുമ്പോൾ ഈശോ പറയുന്നത് എന്താ? ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനം എന്നിൽ, ഈശോയാകുന്ന എന്നിൽ പൂർത്തിയായെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവം അംഗീകാര മുദ്ര നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോന്നും സംഭവിക്കുമ്പോൾ പറയാം. ഇനി യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നുള്ളത് എന്താണ്? അതും യേശുവിനെ ക്രിസ്തുവായിട്ട് തിരിച്ചറിയാനുള്ള അടയാളമാണ്, അംഗീകാര മുദ്രയാണ്. അപ്പോൾ യേശു ചെയ്ത കാര്യമുണ്ട്, മറ്റുള്ളവർ യേശുവിനോട് ചെയ്ത കാര്യവും അതിനകത്ത് ഉണ്ട്. ഇത് രണ്ടും വേണം. യേശു അവൻ കഴുതപ്പുറത്ത് കയറിയായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈശോ ജെറുസലത്തേക്കുള്ള ആ രാജകീയമായ പ്രവേശനത്തിൽ കഴുതയെ
ഉപയോഗിച്ചത്. അപ്പോൾ യേശുവിനെ നിയന്ത്രിക്കാവുന്നതാണെങ്കിൽ ആർക്ക് വേണേലും ഈ പറയുന്ന അടയാളങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാനാ ക്രിസ്തു എന്ന് അവകാശപ്പെടാം, അല്ലേ? പക്ഷേ ഒരു കഴുതപ്പുറത്ത് കയറിക്കൊണ്ട് ഒരാൾ കണ്ടോ, കഴുതപ്പുറത്ത് വരുമെന്ന് പറഞ്ഞോ, ഞാനാന്ന് പറഞ്ഞുകൊണ്ട് കഴുതപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അവനെ ക്രൂശിൽ തിരക്കി എന്നുള്ള അടയാളം നടന്നില്ലെങ്കിലോ പോയോ പണി? അപ്പം മറ്റുള്ളവൻ അവനോട് ചെയ്യുന്നതും അടയാളങ്ങളുടെ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂദാസ് 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുക്കും എന്നുള്ളത്, ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കും എന്നുള്ളത് യേശുവിനെ ക്രിസ്തുവായി തിരിച്ചറിയാനുള്ള ഒരടയാളമാണ്. അതുപോലെ അവൻ്റെ കണങ്കാൽ തല്ലി ഒടിക്കുകയില്ല എന്നുള്ളതും ഒരടയാളമാണ്. ഇതുപോലെ ഒത്തിരി അടയാളങ്ങളുണ്ട്. അപ്പോൾ അടയാളങ്ങളിൽ യേശു അല്ലാതെ യേശുവിനോട് മറ്റുള്ളവർ ചെയ്യുന്നത് അടയാളങ്ങളായേ പറ്റും. അപ്പോഴാണ് അത് വസ്തുനിഷ്ഠമാകുന്നത്. ഇനി പലരും ഇങ്ങനെ ധരിക്കാറുണ്ട്, ദൈവം മുൻകൂട്ടി അരുളി ചെയ്തതുകൊണ്ട് അത് നടന്നേ പറ്റൂ. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. ദൈവനിശ്ചയമായതുകൊണ്ട് യൂദാസിനെ ഒറ്റിക്കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ യൂദാസ് ദൈവനിശ്ചയം അനുസരിച്ചാണ് ഒറ്റിക്കൊടുത്തത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ യൂദാസ് ചെയ്ത് തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവം. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്ന സംഭവങ്ങളെല്ലാം യേശു നേരിട്ട് തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളും ദൈവഹിതത്തിന് വിരുദ്ധമായി മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും തൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം അറിഞ്ഞു. ഇത് രണ്ടും കൂടി അടയാളങ്ങളുടെ ഗണത്തിൽ പെടുത്തി, അത്രയേ ഉള്ളൂ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം പറഞ്ഞതുകൊണ്ടല്ല യൂദാസ് ഒറ്റിക്കൊടുത്തത്, പിന്നെയോ യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് ദൈവനിശ്ചയത്തിന് വിരുദ്ധമായിട്ട് ഹീനമായ ഒരു ഗുരുദ്രോഹ പ്രവൃത്തി യൂദാസ് ചെയ്യുമെന്നുള്ളത് തൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഇതൊരു അടയാളത്തിൽപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒറ്റിക്കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണോ? അല്ല. കാരണം യൂദാസ് ദൈവനിശ്ചയത്തിന് വിരുദ്ധമായിട്ട് താൻ തോന്നിയായി പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് ദൈവം അനന്തജ്ഞാനത്തിൽ അറിഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ദൈവം പറഞ്ഞതുകൊണ്ട് ചെയ്തല്ല. പക്ഷേ ഓരോന്നും പറയുമ്പോൾ തിരുവെഴുത്തുകൾ നിറവേറേണ്ടിയിരുന്നു എന്ന് വാക്കുണ്ട്. അത് ഭാഷയുടെ പ്രയോഗത്തിൽ വരുന്ന വാക്കാണ്. അതിനിങ്ങനെയും പറയാം, ആ തിരുവെഴുത്തും ഇങ്ങനെ നിറവേറി, ആ തിരുവെഴുത്തും നിറവേറേണ്ടിയിരുന്ന ആ തിരുവെഴുത്തും ഇങ്ങനെ നിറവേറി എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ആ കാഴ്ചപ്പാടിൽ കാണണമല്ല. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ ഈ അടയാളങ്ങളെല്ലാം നിറവേറി. അതുകൊണ്ടാണ് എന്ന് നമ്മൾ സുവിശേഷം പള്ളി വായിച്ചപ്പോഴും നമ്മൾ കണ്ടില്ല, അവസാനം ഈശോ പറയുന്നത് എന്താ? എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറി. അപ്പം ഞാൻ തന്നെയാണ് ക്രിസ്തു എന്നുള്ളതിന് ഇനിയും ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. എമ്മാവസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് ഈശോ എന്താ ചെയ്തേ? മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം എടുത്ത് വ്യാഖ്യാനിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു താൻ ക്രിസ്തുവാണെന്നും ക്രിസ്തു കുരിശിൽ മരിക്കേണ്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ ഉയർക്കേണ്ടതാണെന്നും അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നും അവനെ കണ്ടുമുട്ടാനായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രവചനങ്ങളുടെ നിറവേറലാണ് യേശുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ രീതി മനസ്സിലാക്കുക.